ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അപ്ഡേഷനാണ്. ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കിഫ്ബി മസാല ബോണ്ടിലെ ED റിപ്പോർട്ടിലുള്ളത്. ഫണ്ട് ഉപയോഗിച്ച് 466 കോടിയുടെ ഭൂമി വാങ്ങിയത് ഫെമ ചട്ടലംഘനമാണെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണ് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചതെന്നും ED പറയുന്നു. കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നത്. സഹിനെ, ഗുഡ് മോർണിംഗ്. ഈ ED പറഞ്ഞിട്ട് തന്നെ ഫെമ ചട്ടലംഘനം അവിടെയുണ്ട്. ഈ ഭൂമി വാങ്ങുന്നതടക്കം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ ഇതിൽ ഉണ്ടായിരുന്നു, EDയുടെ കണ്ടെത്തലുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫണ്ട് വിനിയോഗിക്കാൻ പാടില്ല എന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ED നൽകിയിരിക്കുന്ന കാര്യങ്ങൾ, ED കൊടുത്തിരിക്കുന്ന ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതു, അതായത് 466 കോടി രൂപയുടെ ഭൂമി വാങ്ങിയത് ഫെമ ചട്ടലംഘനമാണെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അതിൽ തന്നെ പറയുന്നു, കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇവർ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 150-ലധികം പേജുകളുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണ് ഭൂമി വാങ്ങാനുള്ള ഒരു തീരുമാനമെടുത്തത്. റിപ്പോർട്ട് സമർപ്പിച്ചത് മുഖ്യമന്ത്രി ഒപ്പിട്ട ഭൂമി വാങ്ങിയ രേഖകൾ സഹിതമെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 466 കോടി രൂപയുടെ ഭൂമി വാങ്ങാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. 27 പദ്ധതികളിലായിട്ടാണ് ഈ ഭൂമി പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നത്. ഇതിൽ ചില ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. ഫെമ നിയമപ്രകാരം ചട്ടലംഘനം നടന്നിട്ടുണ്ട്. മസാല ബോണ്ട് വഴി ലഭ്യമാകുന്ന പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങരുത് എന്നുള്ളതൊരു ചട്ടമുണ്ടായിരുന്നു. ആ ചട്ടം, അല്ലെങ്കിൽ വിദേശ സഹായം ഉപയോഗിച്ചുള്ള പണം ഉപയോഗിച്ച്, ഫണ്ട് ഉപയോഗിച്ചുള്ള ആ പണം, അതുകൊണ്ട് ഭൂമി വാങ്ങരുത്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾക്ക് ഈ പണം ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു ചട്ടം. എന്നാൽ ഈ ചട്ടത്തിൽ വലിയ ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇവർ സമർപ്പിച്ചപ്പോൾ അതിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം ഒപ്പിട്ട ഫയലുകളുണ്ട്. ആ ഫയലുകൾ അവർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു. ഓക്കെ സഹിൻ, ശരി. അപ്പം ഗുരുതരമായ കാര്യങ്ങളാണ് EDയുടെ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്.